ഒരു ട്രൈബൽ ഏരിയയിൽ നിന്ന് വന്നൊരു ഡെലിവറി ഞാൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ സ്ഥലത്തേക്ക് മാറിയപ്പോൾ സാലറി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ BBS ഒക്കെ പാസ് ചെയ്യപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ മുമ്പ് അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. ഒരുപാട് നേരം റീൽസ് ഒക്കെ നോക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ മാക്സിമം മിനിമൈസ് ചെയ്തു, ടൈമറൊക്കെ വെച്ചു. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം ആദ്യ അറ്റംപ്റ്റിൽ തന്നെ 641 റാങ്ക് നേടിയ ഡോക്ടർ അക്ഷയ് രാജാണ്. എറണാകുളത്തു നിന്നുള്ള ഡോക്ടർ അക്ഷയോട് എങ്ങനെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഹായ് അക്ഷയ്. ഹായ് സർ. അക്ഷയ്, ആദ്യം തന്നെ അക്ഷയ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നാട് എവിടെയാണ്, ഇതെല്ലാം ഒന്ന് പറയാമോ? സർ, ഞാൻ എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ബേസിക് സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെ ചെയ്തത്. അതിനുശേഷം മെഡിസിൻ അഡ്മിഷൻ കിട്ടി. 2015 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഒരു 6 വർഷത്തോളം അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷം ഞാൻ നാഷണൽ ഹെൽത്ത് മിഷനിൽ അഡ്ഹോക്ക് മെഡിക്കൽ ഓഫീസറായിട്ട്, ടെമ്പററി മെഡിക്കൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു. അതും ഒരു 1.5 വർഷത്തോളം നാട്ടിൽ തന്നെ ഒരു PHCയിലും ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് ജോലി ചെയ്തത്. വീട്ടിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ ഡ്രൈവറായിരുന്നു, അമ്മ ഹൗസ് വൈഫാണ്, പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ജൂനിയർ ലോയറായിട്ട് ഇപ്പോൾ പാസ് ഔട്ട് ആയതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്തു ജൂനിയർ ലോയറായിട്ട്. അതാണ് ഒരു പ്രൊഫഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു MBBS സീറ്റ് കിട്ടി. അതിനുശേഷം എപ്പോഴാണ് ഒരു സിവിൽ സർവീസസിലേക്ക് വരണം എന്നൊരു ആഗ്രഹം തോന്നുന്നത്? ഇത് കൊച്ചിലെ ഉള്ളതാണോ അതോ പിന്നെ ലേറ്റർ ഇൻ ലൈഫ് വന്നതാണോ? നമ്മൾ തീരെ ചെറുപ്പം പോലെ നമ്മളിങ്ങനെ കളക്ടർ അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു കളക്ടറാണ്. ഞാനും അങ്ങനെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് വളരെ ചെറുപ്പത്തിൽ നമ്മൾ അധികം പക്വത ആവാതിരിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴോ ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഒരു നമ്മൾ അറിയാലോ, എല്ലാവരും ഒരു +1 +2 ആയി കഴിയുമ്പോൾ ഒരു സ്ട്രീമിനൊപ്പം ഒഴുക്കിനൊപ്പം പോകാന്നുള്ള രീതിയിൽ ഞാനും മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യേണ്ടി വന്നപ്പോൾ മെഡിസിൻ എടുത്തു. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോഴൊക്കെ പോയി. പിന്നെ അത് ഞാൻ അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ PG എടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിനുശേഷം എനിക്ക് നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് വന്നു. എനിക്ക് ഇത് തന്നെ വേണോ എന്ന് ഒരു സംശയം വന്നപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി PG കോച്ചിങ്ങിനൊന്നും പോവാതെ ജോലിക്ക് പോയി. ആ സമയത്താണ് ഞാൻ കൂടുതലായിട്ടും ഇതിനെപ്പറ്റി ചിന്തിച്ചത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ എന്ന് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വീണ്ടും ഒരു ആഗ്രഹം വീണ്ടും തോന്നി, ഒന്ന് ട്രൈ ചെയ്താലോ സിവിൽ സർവീസ്. അങ്ങനെയാണ് വീണ്ടും സിവിൽ സർവീസിലേക്ക് വരണം തോന്നിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടി. എന്നിട്ട് വീട്ടിൽ പോയി ഞാൻ ഇനി സിവിൽ സർവീസിന് ട്രൈ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ആദ്യം അത് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ മനസ്സിൽ ഞാൻ MBBS കഴിഞ്ഞ് ഒരു PG ജോയിൻ ചെയ്യുന്നുള്ള ഒരു താല്പര്യം തന്നെ ആയിരുന്നു. അപ്പോൾ അവർക്കും ഡോക്ടറായി കാണണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ അവർ അധികം വലിയ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലാത്തതുകൊണ്ട് ഞാൻ MBBS ഒക്കെ പാസ് ചെയ്യപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും ഇത് തീരുമാനിച്ചിരിക്കുന്നവർ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ത്രൂ ഔട്ട് ഇത് പറഞ്ഞപ്പോൾ അവർ ത്രൂ ഔട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിലായാലും സപ്പോർട്ട് ചെയ്തു തന്നെ. അപ്പോൾ നീ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ഇതാണ് നിന്റെ പാഷനെങ്കിൽ നീ അതിൽ തന്നെ പോവുക എന്നുള്ള രീതിയിലോട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിന് എനിക്ക് അവരോട് ഭയങ്കര കടപ്പാടുണ്ട്. അക്ഷയ്ക്ക് സിവിൽ സർവീസസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. പക്ഷേ പലപ്പോഴും ആൾക്കാർക്ക് 2 or 3 അറ്റംപ്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഇറങ്ങി തിരിച്ചപ്പോൾ അക്ഷയ് മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നോ ഒരു 3-4 വർഷമെങ്കിലും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ? ഞാൻ ഇത് കാരണം നമ്മൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി, ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പ് തന്നെ പരീക്ഷയെക്കുറിച്ചൊന്ന് പഠിക്കണമല്ലോ. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഈ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിനെ പറ്റിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ടോപ്പ് റാങ്കേഴ്സിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും അവർ 2, 3, 4 അറ്റംപ്റ്റ് ഒക്കെ എടുത്ത ആളുകളെയാണ് നമ്മൾ കണ്ടുവരിക. അപ്പോൾ അത് ആദ്യമേ ഞാനത് അങ്ങ് ഇന്റേണലൈസ് ചെയ്തു. ഇത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഇത് ഒരു തവണ കൊണ്ട് പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ പല മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുക്കേണ്ടി വരും. പക്ഷെ എന്നാൽ ആ ഒരു ഇന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഞാൻ അത് ക്രാക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ മുന്നോട്ട് നയിച്ചത്. അപ്പോൾ പക്ഷേ ഞാൻ കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു റിവലേഷൻ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അത് മനസ്സിൽ കണ്ട് ഒരുപാട് അങ്ങനെ വരാതിരിക്കാൻ മാക്സിമം കാര്യങ്ങൾ എഫേർട്ട് ഇട്ടു. അപ്പോൾ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു, പ്രയോറിറ്റൈസേഷൻ. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാൻ ഒബ്വിയസ്ലി പ്രയോറിറ്റൈസേഷൻ ഇസ് ദ കീ. എങ്ങനെയായിരിക്കും അക്ഷയ് പ്രയോറിറ്റൈസ് ചെയ്തത്? എന്താണ് പ്രയോറിറ്റൈസ് ചെയ്തത്? നമ്മൾ 1 വർഷമായിരിക്കും നമുക്ക് കിട്ടുന്നത്, നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഒരു PCM എടുത്ത് ചെയ്യുമ്പോൾ. അപ്പം എനിക്ക് മനസ്സിലായി 1 വർഷം കൊണ്ട് ഇത് മൊത്തം കംപ്ലീറ്റ്ലി എല്ലാ സിലബസിൻ്റെ എല്ലാ ടോപ്പിക്സും സബ് ടോപ്പിക്സും പ്രാക്ടിക്കൽ അല്ല. അപ്പം ഞാൻ മാക്സിമം
എവിടേക്കാണ് ഡിഫറൻസ് വരുന്നത്, നമുക്ക് എവിടെ എഡ്ജ് ഉണ്ടാക്കാൻ പറ്റും, ഏത് ഏരിയാസിൽ ഏത് സബ്ജക്റ്റുള്ള എഫേർട്ട് ഇട്ടാൽ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ നോക്കി ഓപ്ഷണൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സെലക്ഷൻ ആയാലും അതിൻ്റെ പ്രിപ്പറേഷൻ ആയാലും അതിൻ്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയാസിൽ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ 2 പേപ്പേഴ്സാണ് GS-നകത്ത് എത്തിക്സ് പേപ്പറും essay പേപ്പറും. അപ്പോൾ ഇതിലൊരു കണ്ടിന്യൂസ് എഫേർട്ട് സ്ഥിരമായിട്ട് ഇടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സബ്ജക്റ്റിൽ പ്രയോറിറ്റൈസേഷൻ, പിന്നെ ഇൻ കേസ് ബാക്കി GS സബ്ജക്ട്സിൽ വന്നാൽ തന്നെ നമുക്ക് റിപ്പീറ്റഡ് തീംസ് ഉണ്ട്, റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ട്. UPSC എപ്പോഴും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലാണെങ്കിലും ഇന്ന ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ അല്ലെങ്കിൽ അത് ഞാൻ എൻ്റെ സീനിയേഴ്സിനോടോ മുമ്പ് അറ്റൻഡ് ചെയ്തവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആ ഏരിയാസും ഓരോ വിത്തിനെ സബ്ജക്റ്റും ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു. അപ്പോൾ സബ്ജക്റ്റ് മാത്രമല്ല, സബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് പോവാം. ഫസ്റ്റ് പ്രിലിംസിൽ അക്ഷയ് ചെയ്തതിൽ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടി എന്ന് തോന്നുന്ന ഒരു ആക്ടിവിറ്റി, അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാമോ? സാർ, എനിക്ക് തോന്നുന്നു എനിക്ക് റിട്ടേൺ കിട്ടിയത് നമ്മൾ പ്രിലിംസിൻ്റെ ഒരു MCQ ആണ്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം നമ്മൾ കോളേജിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലോങ് എസ്സേസോ അതുപോലെ ആ ടൈപ്പുള്ള ആൻസേഴ്സിന് വ്യത്യസ്തമായിട്ട് MCQs ആണ്. അപ്പം അതിലൊരു നോളേജ്, ഒബ്വിയസ്ലി നോളേജ് ഒരു പാർട്ടാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് സോൾവ് ചെയ്യുന്ന സ്കില്ല്. അപ്പോൾ ആ രണ്ടും മിക്സ് ചെയ്താലേ നമുക്കൊരു പ്രോബ്ലത്തിന് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നോളേജ് ഓക്കെ, നമ്മൾ PCM കോഴ്സിൽ നിന്ന് നമുക്ക് പഠിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പക്ഷേ സ്കില്ല് നമുക്ക് ചിലപ്പോൾ അവർക്ക് മാത്രമായിട്ട് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫി നമ്മൾ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ കുറച്ച് സ്കില്ല് നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ആരും പ്രിലിംസ് ചിലപ്പോൾ ടെസ്റ്റ് സീരീസ് ഒരു സുപ്രഭാതത്തിൽ ആദ്യത്തെ ടെസ്റ്റിൽ ചിലപ്പോൾ ഭയങ്കര സ്കോർ കിട്ടുന്നതല്ല. അവർ ആ കണ്ടിന്യൂസ് എഫേർട്ട് ത്രൂ ഔട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ബാക്കിയുള്ളവരും വ്യത്യസ്തമായിട്ട് ചെയ്ത കാര്യം, ഞാൻ കുറച്ചും കൂടി നേരത്തെ ഈ പ്രിലിംസിൻ്റെ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കി. അത് ഞാൻ ഫോളോ ചെയ്തത് PYQs തന്നെയായിരുന്നു. അപ്പോൾ അത് ഇനീഷ്യലി നമ്മുടെ ക്ലാസ്സിലെ ടോപ്പിക്സ് എടുക്കുമ്പോൾ ആ ടോപ്പിക്സിൻ്റെ PYQs ഞാൻ ഓൾറെഡി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇൻ കേസ് ചിലപ്പോൾ ചില ഓപ്ഷൻസ് അറിയില്ലായിരിക്കാം, ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച അത്ര ഫെമിലിയർ അല്ലാത്ത ഏരിയയിലായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഇവരെ ഈ ഉത്തരത്തിലേക്ക് പോകുന്നത്, എങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാം, എങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ പല സീനിയേഴ്സിൻ്റെ ആണെങ്കിലും വീഡിയോസ് കണ്ടാണെങ്കിലും ഒക്കെ ഞാൻ മനസ്സിലാക്കി. ആ സ്കില്ല് ഏർലി തന്നെ മനസ്സിലാക്കി അത് ഫോളോ ചെയ്തു ത്രൂ ഔട്ട്. അപ്പോൾ ഇനി ഫൈനൽ ടെസ്റ്റ് സീരീസ്, പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് മുമ്പ് തൊട്ട് തന്നെ തുടങ്ങിയുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി എനിക്ക് സ്കില്ല് ഉണ്ടാക്കാൻ. CSAT എളുപ്പമായിരുന്നോ, അതിനോ സ്പെസിഫിക് പ്രിപ്പറേഷൻ വേണ്ടി വന്നിരുന്നോ? CSAT എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ മാത്സിൽ അത്ര എഫിഷ്യൻ്റ് ആയ ഒരാളല്ല. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കോംപ്രിഹെൻഷൻ മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ കോംപ്രിഹെൻഷൻ ഫോക്കസ് ചെയ്ത് ടെസ്റ്റ് എഴുതുമ്പോൾ എനിക്ക് മാർക്ക് ആദ്യം ചെറിയ സെഷണൽ ടെസ്റ്റിനൊന്നും മാർക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ചിലപ്പോൾ ഇതേപോലെ തന്നെ അവസ്ഥ ഒറിജിനൽ UPSC സംഭവിക്കാം. അപ്പോൾ ഞാൻ ഈക്വലി റീസണിങ്ങും മാത്സും കോംപ്രിഹെൻഷൻ ചെയ്തു. അപ്പോൾ ഇതിന് 3നും ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ PCMൻ്റെ കൂടെ തന്നെ കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോച്ചിങ്ങിൻ്റെ കൂടെ പോയി ടെസ്റ്റുകൾ എടുത്തു, PYQs എടുത്ത് ചെയ്ത് നോക്കി. അപ്പം അങ്ങനെ തന്നെയായിരുന്നു സ്ട്രാറ്റജി. ഞാൻ അതൊരു ലൈറ്റായിട്ട് കണ്ടിട്ടില്ല. കാരണം ഞാൻ 2023 എഴുതുന്നത്. അപ്പോൾ 2023 CSAT ഒരു ഡിസാസ്റ്ററായ ഒരു വർഷമായിരുന്നു. കാരണം IIT പഠിച്ച ആൾക്കാർ പോലും CSAT ഫെയിലായ ഒരു വർഷമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് പേടിയായിരുന്നു. ആക്ച്വലി ആ പേടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 24 മീൻസ് ഞാൻ എഴുതിയ അറ്റംപ്റ്റിലും ആ എഫേർട്ട് ഇട്ടുകൊണ്ട് കുഴപ്പമില്ലാതെ ജസ്റ്റ് മാർജിനായിരുന്നു, എന്നാലും കയറിക്കൂടാൻ പറ്റും. മെയിൻസ് സ്റ്റേജ്, അതായത് നമ്മൾ പ്രിലിംസ് പാസ്സായി മെയിൻസ് ടെസ്റ്റ് സീരീസ് അല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. അപ്പോൾ മെയിൻസ് ടെസ്റ്റ് സീരീസ് എങ്ങനെയാണ് അക്ഷയ് ഭയങ്കര എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചത്? അപ്പോൾ ഞാൻ ഫോർച്യൂണിൻ്റെ മെയിൻസ് മാക്സിമം ആയിരുന്നു ടെസ്റ്റ് സീരീസിന് എടുത്തത്. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ അധികം ആൻസേഴ്സ് GS-നാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. ഇൻ കേസ് ഓപ്ഷനിൽ ഞാൻ കുറച്ച് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും GS-ന് അധികം ആൻസേഴ്സ് എഴുതിയിട്ടില്ല. അപ്പോൾ ആ ഒരു ആൻസർ റൈറ്റിംഗ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്, നമുക്ക് വീക്ക്ലി കറക്റ്റ് ഡിവിഷൻസ് ഉണ്ട്. ഓരോ ദിവസങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ദിവസം മൺഡേ എങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഓരോ ഏരിയാസ്, ഇന്ന ഏരിയാസ് നിങ്ങൾ പഠിക്കണം PYQs നോക്കിയിട്ട്, അല്ലെങ്കിൽ PYQs പ്രയോറിറ്റൈസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്തിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് കിട്ടുന്ന ടെംപ്ലേറ്റ്സ്, ട്യൂസ്ഡേ ആണെങ്കിൽ ടെംപ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം റൈമിംഗ് വേർഡ്സ് ആയിരുന്നു, ഓരോ ദിവസവും ഓരോ ട്യൂസ്ഡേ ടെംപ്ലേറ്റ്സ്. അപ്പോൾ അങ്ങനെ ആ ഒരു വെനസ്ഡേ വിസ്റ്റം. അപ്പോൾ ട്യൂസ്ഡേയിൽ നമുക്ക് ടെംപ്ലേറ്റ്സ്, അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റിനും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നാണെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മിനിമം കണ്ടന്റ് വെച്ച് എഴുതാൻ പറ്റും. അപ്പോൾ കുറച്ച് കണ്ടന്റ് ഡെഫിഷ്യൻസി അവിടെ മേക്കപ്പ് ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വാല്യൂഡേഷൻ സെഷൻസ് ടോപ്പേഴ്സ് എടുത്തു തന്നിരുന്നു. അപ്പോൾ ആ ടോപ്പേഴ്സിൻ്റെ വാല്യൂഡേഷൻസ് ഇൻ കേസ് ആ സമയത്ത് തന്നെ ഫസ്റ്റ് ടൈമേഴ്സായ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താണ് ആഡ് ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്ത് ബേസിക് ഒരു സ്ട്രക്ചറിങ്, അതിൻ്റെ കൂടെ ചെറിയ ചെറിയ വാല്യൂഡേഷൻസ് ചെയ്തപ്പോഴാണ് GS-ന് കുഴപ്പമില്ലാത്തൊരു സ്കോർ കിട്ടാൻ പറ്റിയത്. അപ്പോൾ അതാണ് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആ ഒരു വീക്കിലി കറക്റ്റ് ആ പ്ലാൻ ത്രൂ ഔട്ട് 3 months ഫോളോ ചെയ്യാൻ പറ്റിയത്. അക്ഷയ്ക്ക് ഇവിടെ 2 മെന്റേഴ്സ് ഉണ്ടായിരുന്നു. മെയിൻസ് മാക്സിമയുടെ പാർട്ടായിട്ട് മുനി സാറും ഉണ്ടായിരുന്നു, അമൃതയും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ
ഇവരുടെ രണ്ടുപേരുടെയും മെന്റർഷിപ്പ് അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയിരുന്നു? ആ ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് സെഷൻസ് ഉണ്ടായത് രണ്ടുപേരെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി ആദ്യം മാം ഫൗണ്ടേഷന് പോകുന്നതിന് മുമ്പ് വരെ അമൃത മാം തന്നെയായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ആൻസേഴ്സ് എഴുതി കൊണ്ടുപോകുമ്പോഴും ചിലപ്പോൾ ഇനീഷ്യലി ചിലപ്പോൾ മാഡം തന്നെ പറയുമായിരുന്നു, ഇത് ഞാൻ ആദ്യത്തെ എൻ്റെ അറ്റംപ്റ്റിൽ എഴുതിയിരുന്ന ഇങ്ങനത്തെ ആൻസേഴ്സ് ആണ്, അപ്പോൾ ഇതിന് മാർക്ക് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ വ്യത്യസ്തപ്പെടുത്തി നോക്കുക, അല്ലെങ്കിൽ ഒരു ഡാറ്റ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നീ ഒരു ബാർ ഡയഗ്രാം ആയിട്ടോ പൈ ഡയഗ്രാം ആയിട്ടോ കാണിക്കുക, അപ്പോൾ അതിന് വിസിബിലിറ്റി കിട്ടും, അതിന് എക്സ്ട്രാ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്ന മാപ്സ് ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു മാപ്പിന് പോസിബിലിറ്റി ഉണ്ട്, അപ്പോൾ ആ മാപ്പ് എഴുതിയാൽ 1 മാർക്ക് കൂടുതൽ കിട്ടിയാൽ അങ്ങനെ 5 മാർക്കിന് നമുക്ക് 2.5 മാർക്ക് മാറും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളെ ലിസ്റ്റ് കയറുന്നോ ഇല്ലയോ എന്നൊരു തീരുമാനിക്കുക. അപ്പോൾ ഭയങ്കര പിൻ പോയിന്റഡ് ഫീഡ്ബാക്സ് തന്നിരുന്നു, അത് എൻ്റെ ആൻസേഴ്സ് കൂടുതൽ റിഫൈൻഡ് ആക്കി. അപ്പോൾ അതാണ് എനിക്ക് ആദ്യത്തെ അമൃത മാമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നത്. ഈവൻ മാമിൻ്റെ ഫെയിലിയേഴ്സ് എന്നുള്ള ഫീഡ്ബാക്ക് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹെൽപ്ഫുൾ. പിന്നെ മുനിസാർ ആയിരുന്നപ്പോഴും മുനിസാറും ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റീവ് ആയിരുന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒട്ടും ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ഫൈനൽ ടെസ്റ്റ് MTSന്റെ ടെസ്റ്റിന് വരെ ഞാൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സാറ് എന്നോട് പറയുമായിരുന്നു, ഇന്നും പറയും, കുഴപ്പമില്ല, നീ ഇതിൽ ടെൻഷൻ ആവണ്ട, നീ ഫൈനൽ എക്സാമിന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സാർ എന്നെ തമാശയ്ക്ക് മീൻസ് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ പരീക്ഷ ആൻസറിൽ ഹാളിലിരുന്ന് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ സാർ പറഞ്ഞ കാര്യം ഓർത്തു. ഞാൻ എത്തിക്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ എഴുതി. അപ്പോൾ അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഇൻ കേസ് എന്തെങ്കിലും ആൻസേഴ്സിൽ എന്തെങ്കിലും പോരായ്കൾ ഉണ്ടെങ്കിൽ സാർ ഇപ്പോൾ ഈ പോട്ട് അഡ്രസ് ചെയ്യാൻ കുറച്ചുകൂടി സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് ഇടണം എന്ന് പറഞ്ഞു തരും. അത് ഓരോ ക്വസ്റ്റിനും അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് മെയിൻസിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പേപ്പറിന്റെ ഏതെങ്കിലും സെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നോ? അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു പൊതുവെ GS3 ആണെന്ന് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. GS3 ഒത്തിരി സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ എക്കണോമി, ബഡ്ജറ്റ്, ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കാൻ കുറച്ച് മീൻസ് പൊതുവെ മാർക്ക് പൊതുവെ എല്ലാവർക്കും കുറയുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ ഞാനും അതിനകത്തും കുറച്ച് സ്റ്റാറ്റുകൾ അല്ലെങ്കിൽ ബഡ്ജറ്റിലും എക്കണോമിക് സർവേയിലുള്ള കുറച്ച് സ്റ്റാറ്റുകൾ, അപ്പോൾ സർവേയിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ജിസ്റ്റുകളിലൊക്കെ കിട്ടുന്നത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ ബേസിക് കാര്യങ്ങൾ ഹെൽത്തിലാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ചെറിയ ചെറിയ പോയിന്റുകളാണ്, അത് ഒരു വാല്യൂഡേഷൻ ആണ്. അപ്പോൾ ഇൻ കേസ് മാർക്ക് സാധാരണ കുറയുന്ന ഒരു പേപ്പറിൽ നമുക്ക് എങ്ങനെ എഡ്ജ് ഉണ്ടാക്കാമെന്ന് ഞാൻ നോക്കി. അപ്പോൾ GS3 ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. ഈ സ്പെഷ്യൽ ഡെവലപ്മെന്റ് പോലുള്ള ഭാഗങ്ങൾ ക്വസ്റ്റ്യൻ ഡിമാൻഡ് അഡ്രസ് ചെയ്ത് പ്രോപ്പർ സ്റ്റാറ്റ് കൊടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഞാൻ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് റിസോഴ്സസ് തന്നെ ഉപയോഗിച്ച് അതിനകത്തുള്ള ഡാറ്റാസ് മാക്സിമം റിലയബിൾ സോഴ്സിൽ നിന്ന് എടുത്തു. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസും ഡാറ്റയും എടുത്തു വെച്ചു, അത് ആഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ബെറ്റർ, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത സ്കോർ അതിനും കിട്ടാൻ പറ്റി. ഡിഫിക്കൽട്ട് ആയിട്ട് ഏരിയ ടാക്കിൾ ചെയ്തു. നേരത്തെ പറഞ്ഞിരുന്നു എസ്സേയും എത്തിക്സും ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പോൾ ജനറൽ സ്റ്റഡീസിലുള്ള എസ്സേയും എത്തിക്സും, റൈറ്റ്? അതിനെങ്ങനെയാണ് എക്സ്ട്രാ എഫേർട്ട് ഇട്ടത്? എന്തായിരുന്നു നമ്മുടെ ഒരു സ്ട്രാറ്റജി എസ്സേക്കും എത്തിക്സിനും? ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് GS 1, 2, 3 പേപ്പേഴ്സിന് ഒരു മീൻസ് ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഇപ്പോൾ മിനിമം മാർക്കും മാക്സിമം മാർക്കും തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര ചെറുതാണ്. പക്ഷേ എസ്സേ നമ്മൾ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ചിലർക്ക് 70 കിട്ടാം, 130 കിട്ടാം. അപ്പോൾ നമ്മൾ എഫേർട്ട് ഇട്ടാൽ ഉറപ്പായിട്ട് റിട്ടേൺ കിട്ടും എന്നുള്ള രീതിയാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തപ്പോൾ. അതുപോലെയാണ് എത്തിക്സിനും ഇതുപോലെ തന്നെ ആയിരുന്നു. മാർക്ക് എത്ര വേണമെങ്കിലും വ്യത്യാസം വരാം, 140 വരെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാക്സിമം ചെയ്ത് നോക്കിയത്. ഇപ്പോൾ എത്തിക്സ് പേപ്പറിന് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പത്രം വായിക്കുമ്പോൾ തന്നെ കുറച്ച് നല്ല കേസ് സ്റ്റഡീസ്, ഇപ്പോൾ GSന് വേണ്ടി മാത്രമല്ല എത്തിക്സിനും നല്ല പുതിയ കേസ് സ്റ്റഡീസ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന എക്സാമ്പിൾസ് അല്ലാതെ എന്തെങ്കിലും പുതിയ ഓഫീസേഴ്സ് എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ, ചിലപ്പോൾ അത് നമ്മൾ മെറ്റീരിയലിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അത് പത്രത്തിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിന് ഞാൻ സെപ്പറേറ്റ് സോഫ്റ്റ് കോപ്പി നോട്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ന്യൂആൻസ് പുതിയ നോവലായിട്ടുള്ള എക്സാമ്പിൾസ് എഴുതുമ്പോൾ അതിന് അഡീഷൻ കിട്ടിയിട്ടുണ്ട്. എസ്സേക്ക് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് വർക്കൗട്ടായ സ്ട്രാറ്റജി, ഞാൻ എസ്സേ ത്രൂ ഔട്ട് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുമായിരുന്നു. കാരണം എല്ലാ ദിവസവും നമ്മൾ ആ മെയിൻസിന്റെ ഗ്യാപ്പ് ഉണ്ട് 2-3 മാസം. അപ്പോൾ നമ്മൾ ഡെയിലി റീഡിംഗ് റൂമിൽ ജസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ടും ഇരിക്കും, എന്നിട്ട് ഒരു PYQ എടുക്കും, എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു പ്രിസി എഴുതി നോക്കും. പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കും, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ആർക്കെങ്കിലും കിട്ടാത്ത എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. എസ്സേയിലും ഇതുപോലെ എക്സാമ്പിൾസ് അധികം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിന് റിവാർഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അനക്ഡോട്ട്സ്. അപ്പോൾ അതും ഞാൻ പത്രത്തിൽ നിന്നും അതിൻ്റെ സോഴ്സ് എൻ്റെ ന്യൂസ് പേപ്പേഴ്സ് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനക്ഡോട്ട്സ് അതൊക്കെ ഈ പരീക്ഷയ്ക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. അപ്പോൾ അതായിരുന്നു തോന്നുന്നു കുറച്ച് നല്ല സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് മെയിൻസിന് ശേഷം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ള ഒരു സ്റ്റേജാണ് ഇന്റർവ്യൂ. അക്ഷയുടെ ഇന്റർവ്യൂ, ആക്ച്വൽ UPSC ഇന്റർവ്യൂ, അതിലെ മെമ്മറബിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആക്ച്വലി അന്ന് കുറെ നമുക്ക് അവിടെ ഇരുന്നപ്പോൾ മെമ്മറബിൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരു എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞു. മീൻസ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി 1.5 വർഷം. അപ്പോൾ എൻ്റെ അടുത്ത് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഞാനത് ജസ്റ്റ് കോളേജ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു ട്രൈബൽ ഏരിയയിൽ നിന്ന് വന്നൊരു ഡെലിവറി ഞാൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ്
അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് അവർ എന്നെ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് അഡ്മയർ ചെയ്തു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെൻ്റാണ്. നമ്മുടെ ഈ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ പ്രോസസ്, റൈറ്റ്, അതും നമുക്ക് പലപ്പോഴും ഒരു സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ഇന്റർവ്യൂ മെന്റർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതൊന്ന് പറയാം. ഇന്റർവ്യൂ മെന്റർഷിപ്പിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് നമ്മളെക്കുറിച്ച് തന്നെ സാർ പറഞ്ഞ പോലെ സെൽഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഡാഫിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ മാക്സിമം പ്രയോറിറ്റൈസ് ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഞാൻ അത് ബേസിക്കലി ഡാഫ് നന്നായി വർക്കൗട്ട് ചെയ്തു, സെഷൻസ് എടുത്തു. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കി എന്തൊക്കെ ചോദിക്കാം, ഏതൊക്കെ ഏരിയ വരെ അവർക്ക് പോവാം, എന്തൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അവർ ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് ക്വസ്റ്റ്യൻ വരെ ചോദിച്ചു. ഡാഫ് അവർ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ സ്ഥലത്തേക്ക് മാറിയപ്പോൾ സാലറി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്തിരുന്നു. സെക്കൻഡ് ടൈം വന്നപ്പോൾ പാർട്ട് ടൈം ആയി. അപ്പോൾ അതുവരെ അവർ പോയിന്റ് ഔട്ട് ചെയ്തു എന്തുകൊണ്ട് സാലറി കുറഞ്ഞു. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ ഫുൾ ടൈം ആയിരുന്നു, പ്രിപ്പറേഷൻ്റെ കൂടെ ആയപ്പോൾ ഞാൻ ഒരു പാർട്ട് ടൈം ജോലി ആയതുകൊണ്ടാണ് പൈസ കുറഞ്ഞത്. അപ്പോൾ അത് അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഡാഫിനെ പറ്റി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ഡാഫ് എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഏരിയാസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. അക്ഷയ് ഇപ്പോൾ വർക്ക് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു അക്ഷയ് ആഴ്ചയിൽ 3 ദിവസം കണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആസ്പിറന്റിന് ഇല്ലാത്തൊരു സാധനമാണ് ടൈം. അപ്പോൾ അതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോലിയും കൂടെ അക്ഷയ് ചെയ്തു. അപ്പോൾ ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി അത് അക്ഷയുടെ പക്കയായിരുന്നിരിക്കണം. എന്തായിരുന്നു അക്ഷയുടെ ഒരു ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി? ടൈം മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഊഹിക്കാൻ പറ്റും ടൈം നമ്മളെങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഹൗസ് ആൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, ഫുൾ ടൈം നമ്മൾ ഓണാണ്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന 3 days ആണ്, അതും ഒരു ഹെക്ടിക് ജോലി ഇല്ല. ഇപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ പേഷ്യൻസ് ഇല്ലാത്ത സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ കുറച്ച് പഠിക്കാൻ പറ്റും. ആ ഒരു സമയത്ത് എനിക്ക് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ നോർമലി നമ്മളൊരു ഫുൾ ടൈം ജോലി ആണെങ്കിൽ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുത്താൽ പിറ്റേന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല. പിന്നെ ഞാൻ റുട്ടീൻ ബേസിക്കലി തുടങ്ങുന്നത് ഇപ്പോൾ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ക്ലാസ്സിൽ പോവുക, രാവിലെ അവിടുത്തെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട്സ് എഴുതുക. പിന്നെ റീഡിംഗ് റൂം ആയിരുന്നു ബേസിക്കലി, റീഡിംഗ് റൂമിൽ ഇരിക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവാണ് ടൈം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പിയർ ഗ്രൂപ്പ് ആണ്, മൊത്തം എല്ലാവരും പഠിക്കുന്നു. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് സമയമൊന്നും വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു ടിപ്പിക്കൽ റൊട്ടീൻ അല്ലെങ്കിൽ ഒരു ഡേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സാധനം റീകോൾ ചെയ്യണമെങ്കിലും, കാരണം ഇത്രയും വാസ്റ്റ് സിലബസ് നമുക്ക് റീകോൾ ചെയ്യണമെങ്കിൽ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? റിവിഷൻ ബേസിക്കലി നമ്മളൊരു 3 അല്ലെങ്കിൽ 4 ഫേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യത്തെ ഫേസിൽ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് രാത്രി അല്ലെങ്കിൽ ഈ ഉച്ച സമയത്ത് നമ്മൾ വായിക്കും. അതുകൂടാതെ ടെസ്റ്റുകൾ വരും, വീക്ക്ലി ടെസ്റ്റുകൾ വരും. ടെസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒന്നും കൂടി സെയിം കണ്ടന്റ് തന്നെ വീണ്ടും വായിക്കും. പിന്നെ ബേസിക്കലി ആ സബ്ജക്റ്റുകൾ അതിനിടയിൽ റിവൈസ് ചെയ്യാൻ എനിക്ക് സമയമില്ല. പിന്നെ ഞാൻ ബേസിക്കലി നോക്കുന്നത് ടെസ്റ്റ് സീരീസ് വരുന്നത്, ഫൈനൽ ടെസ്റ്റ് സീരീസ് വരുമ്പോൾ ആ സമയത്ത് നോക്കും. പിന്നെ ലാസ്റ്റ് ടെസ്റ്റ് സീരീസ് എല്ലാം കഴിഞ്ഞിട്ടും മാക്സിമം ഫൈനൽ റിവിഷൻ. ഈ ഒരു ഫേസസിലായിട്ടാണ് ഞാൻ റിവൈസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ബേസിക്കലി പ്രിലിംസിൻ്റെ ആണെങ്കിലും മെയിൻസിനാണെങ്കിലും ഞാൻ മെയിൻസ് ഇതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല, ഇതിൻ്റെ കൂടെ തന്നെ പോവായിരുന്നു. പിന്നെ ബാക്കി ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ 3 മാസം പ്രിലിംസ് കഴിഞ്ഞുള്ള ഗ്യാപ്പിലാണ് ഞാൻ മാക്സിമം റിവൈസ് ചെയ്തത്. അതും പ്രിലിംസ് എക്സ്ക്ലൂസീവ്ലി മെയിൻ സബ്ജക്റ്റുകളൊക്കെ അധികം ഇനീഷ്യൽ പീരീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ക്ലാസ് ഫോളോ ചെയ്തു, മാക്സിമം നോട്ട്സ് പ്രിപ്പയർഡ് ആയിരുന്നു എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിൻ്റെ മെയിൻസിന് മുന്നേ. അപ്പോൾ അത് ഞാൻ പിന്നീട് ആ സമയത്ത് റിവൈസ് ചെയ്യായിരുന്നു. ഇപ്പം ലെറ്റ്സ് ഒരു ജനറൽ സ്റ്റഡീസ് 1ന്റെ പേപ്പർ എടുക്കാം, റൈറ്റ്? അതിൻ്റെ ഒരു നോട്ട് എത്ര വാസ്റ്റ് ആയിരുന്നു? ആൻഡ് അത് ഒബ്വിയസ്ലി നമുക്ക് മെയിൻസ് എല്ലാ ആഴ്ചയും പരീക്ഷയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ആഴ്ചയും സൺഡേസ് ആണ് പരീക്ഷ. അതിന് മുമ്പ് അത് എങ്ങനെയാണ് പെട്ടെന്ന് റിവൈസ് ചെയ്ത് തീർക്കുന്നത്? ഇതിനങ്ങനെ പെട്ടെന്ന് ഹാൻഡി ആയിട്ടുള്ള ചെറിയ നോട്ട്സ് ആയിരുന്നോ അതോ വലിയ നോട്ട്സ് ആയിരുന്നോ? സോ ബേസിക്കലി നോട്ട്സ് ഞാൻ പ്രിലിംസിന് വേണ്ടിയുള്ള ആക്ച്വലി എൻ്റെ നോട്ട്സ് ഇപ്പോൾ എക്സ്ക്ലൂസീവ്ലി പ്രിലിം സബ്ജക്ട്സ് ആണെങ്കിൽ കൺസെപ്ഷ്യലാണ് കുറേ കാര്യങ്ങൾ. അതെൻ്റെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻസിന് നമ്മൾ മാക്സിമം എൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ അത് ആ വിത്തിൻ 1 day ഗ്യാപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന അത്രയും പ്രിസൈസ് ആയിരിക്കും നോട്ട്സ്. അപ്പോൾ മെയിൻസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇപ്പോൾ പേപ്പർ 1-ലാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ചെറിയ പോയിന്റ്സ് ആക്കി, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രം, അത് ഒരുപാട് പേജുകളോ നോട്ട് ബുക്കുകളോ ഒന്നും വരില്ല, ചെറിയ പേപ്പേഴ്സ് ചെറിയ പീസസേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ മാക്സിമം ചെറിയ ലൈറ്റ് ഹെഡിങ്സ് ആക്കി എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ആ അവസാന സമയത്ത് ഇൻ കേസ് ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ആ ഗ്യാപ്പിൽ സിലബസ് മൊത്തം ഇപ്പോൾ ഒരു വീക്കിലി ടാർജറ്റ് ഞാൻ ഒരു വീക്കിലി ടാർജറ്റും ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ മാക്സിമം പ്രയോറിറ്റൈസ് ചെയ്ത ഏരിയാസ് നിന്ന് പോയിട്ട് അത് ചെയ്യാണ് ചെയ്തത്. ക്രിസ്പ് നോട്ട് മെയിൻസിന് വേണ്ടി കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള നോട്ട്സ് ആയിരുന്നു കമ്പയർഡ് ടു പ്രിലിംസിന്റെ മീൻസ് എക്സ്ക്ലൂസീവ്ലി മെയിൻ സബ്ജക്ട്സ് ആണെങ്കിൽ. അല്ലാതെ കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പ്രിലിംസ് നോട്ട്സ് തന്നെയാണ് പഠിച്ചിരുന്നത്. ഈ ജേർണിയുടെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ് സ്ട്രെസ്.
അക്ഷയ്ക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നോ? അതെങ്ങനെ മാനേജ് ചെയ്തു? സ്ട്രെസ് ഇതിന്റെ കൂടെ ഉള്ളതാണ്, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇതിന്റെ കൂടെ ഇത് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ UPSC ആണോ സ്ട്രെസ് ഉണ്ടാവും. ആക്ച്വലി ഒരു സ്ട്രെസ് നമ്മൾ എഫക്റ്റീവ്ലി മാനേജ് ചെയ്താൽ അത് കുറച്ച് നല്ലതായിരുന്നു ഞാൻ പറയും. കാരണം ഒരുപാട് സ്ട്രെസ്സിലേക്ക് പോകണ്ട. പക്ഷെ നമ്മൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആയി പോകും. നമ്മൾ അത്ര എഫേർട്ട് നമ്മൾ ഇട്ടൊന്നും വരില്ല. അപ്പോൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ആരും ഉണ്ടെന്ന് തോന്നില്ല UPSC ചെയ്യണില്ല. അപ്പോൾ എനിക്ക് ഒബ്വിയസ്ലി സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സോഷ്യൽ സർക്കിൾസ് ഒന്നും മൊത്തം കട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫുള്ള് നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറുന്നു, നമ്മൾ മറ്റേ ആൻഡ്രോയിഡ് ഫോണൊക്കെ മാറ്റി ഫീച്ചർ ഫോണാക്കി 6 മാസം മുറിക്കകത്തിരുന്ന് പഠിച്ച കഥയൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ എല്ലാ ഇവന്റ്സിനൊന്നും പോയില്ലെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിലേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആക്ച്വലി ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ മിനിമൽ സ്ട്രെസ്സിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഇത് പഠിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ സമയം വേസ്റ്റ് ആക്കരുത് എന്നുള്ള ഒരു ഫാക്ടറും എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രെസ്സും ഒരു നമ്മുടെ ഒരു ഫാക്ടർ ആയിട്ടുണ്ട് ഈ ജേർണിയിൽ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഒരു പരിധി വരെ, ഒരു മിനിമൽ എമൗണ്ട് ഓഫ് സ്ട്രെസ്. ഈ ക്ലോസർ ടു ദ എക്സാമിനേഷൻ ഡേ സ്ട്രെസ് കൂടുക ഒരു രീതിക്ക് നോർമലാണ്. പക്ഷെ ചിലർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല, ചിലർക്ക് അത് ഇപ്പോൾ പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. അക്ഷയ്ക്ക് എക്സാം ഡേ ആവുമ്പോൾ സ്ട്രെസ് കൂടുമായിരുന്നോ? അത് പോസിറ്റീവ്ലി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? കാരണം ഒബ്വിയസ്ലി ഇപ്പോൾ പ്രിലിംസിന്റെ തലേന്നാണെങ്കിലും ഇപ്പോൾ പലരും, ഇപ്പോൾ ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഉറക്കമില്ല, പ്രിലിംസ് ആയി ഇപ്പോൾ ഒരു 2 ദിവസം കൂടി ഉള്ളു പ്രിലിംസിന്, അല്ലെങ്കിൽ മീൻസ് ആയി, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതാണ്. അപ്പോൾ അത് ഒബ്വിയസ്ലി ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും സ്ട്രെസ് എന്നുള്ള കാര്യം. ഞാനും സ്ട്രെസ്ഡ് ആയിരുന്നു. പക്ഷെ സ്ട്രെസ് നമ്മളിപ്പോൾ ഇതിന്റെ ഔട്ട്കം എന്താണെന്ന് ഞാൻ ആലോചിക്കും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സ്ട്രെസ് ഇട്ടാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് എഴുതേണ്ടിയിരുന്ന ഒരു പേപ്പർ ചിലപ്പോൾ കുളമായി പോകും. പക്ഷെ നമ്മൾ ഒബ്വിയസ്ലി എന്തായാലും നമ്മൾ ഒന്നില്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല. ആ 2 ഔട്ട്കമേ ഇതിനകത്ത് കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെസ് ആയിട്ട് കാര്യമില്ല. നമ്മൾ ഒരു മിനിമം സ്ട്രെസ്സിൽ നിന്ന് എഴുതിയാൽ, അല്ലെങ്കിൽ സ്ട്രെസ് കുറച്ചാൽ നമ്മുടെ ഔട്ട്കം കുറച്ചുകൂടി നല്ലതായിരിക്കും, നല്ല മാർക്ക് കിട്ടാം, നമുക്ക് കുറച്ചുകൂടി ആലോചിക്കാം. അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവരോട് പറഞ്ഞു കൊടുത്തിരുന്നത്. ഞാനും അത് തന്നെയാണ് ചെയ്തിരുന്നത്. കാരണം ഇത് ഒരു മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് എത്തൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലുള്ള സ്ട്രെസ് കണ്ടിട്ടാണ് നമ്മൾ കോളേജിലും ഇതിലൊക്കെ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ ഇത് UPSC എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ഫെയിൽ ആയെങ്കിൽ ഫെയിൽ ആവട്ടെ, ഞാൻ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു എൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് മാനേജ് ചെയ്തത്. എന്തായിരുന്നു പ്ലാൻ ബി? ഞാൻ പ്ലാൻ ബി ഏറ്റവും ഉദ്ദേശിച്ചത്, ഞാൻ കോളേജിലായിരുന്നപ്പോഴും PG എടുത്തിട്ടൊരു കമ്മ്യൂണിറ്റി മെഡിസിനിലൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, എന്നിട്ടൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ജോലിയിൽ കയറുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ പ്ലാൻ ബി ഉണ്ട്. ഇൻ കേസ് ഡോക്ടറാണ്, ഇപ്പോൾ PG എടുത്തില്ലെങ്കിൽ പോലും കാഷ്വാലിറ്റികളിലോ ജോലി ചെയ്യാൻ പറ്റും അല്ലോ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതും ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിരുന്നു ആക്ച്വലി എനിക്ക്. കാരണം ഇതുണ്ടല്ലോ, ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അത് ഞാൻ എഫേർട്ട് ഇടാൻ, ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ എഫേർട്ട് ഇടണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ പ്ലാൻ എ ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പ്ലാൻ എയുടെ കൂടെ തന്നെ പോയി. അപ്പോൾ അതായിരുന്നു എൻ്റെ പ്ലാൻ ബി. പക്ഷെ ഇപ്പോൾ പ്ലാൻ ബിയെ കുറിച്ച് പറഞ്ഞു. ചിലർ പറയാറുണ്ട്, നമ്മളൊരു പ്ലാൻ ബി കയ്യിൽ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ പ്ലാൻ എയിൽ നിന്നുള്ള ഫോക്കസ് പോകുമെന്ന്. പക്ഷെ അക്ഷയുടെ എക്സ്പീരിയൻസിൽ പ്ലാൻ ബി ഉള്ളത് നല്ലതായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? എന്തായിരുന്നു എക്സ്പീരിയൻസ്? അതെന്തായാലും പ്ലാൻ എയുടെ കൂട്ടത്തിൽ തന്നെ വരേണ്ടതാണ് ഒരു പ്ലാൻ ബി എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി പല സമയത്ത് പ്ലാൻ ബി ആണ് പ്ലാൻ എക്കാളും കൂടുതൽ ആദ്യം വരിക. അപ്പോൾ ഞാൻ ഇൻ കേസ് മെഡിസിന് പോകുമ്പോഴാണെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇൻ കേസ് മെഡിസിൻ ഇപ്പോൾ എനിക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ LLBക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ BSCക്ക് പോകും. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നത്, ഓക്കെ ഞാൻ മാക്സിമം എന്ന് വെച്ച് ഞാൻ അതിൻ്റെ എഫേർട്ട് ഒട്ടും കുറയ്ക്കുന്നില്ല. പ്ലാൻ എയിൽ ഇടേണ്ടിരുന്ന എഫേർട്ട് അതുപോലെ തന്നെ ഇടുന്നുണ്ട്. ഇത് സേഫ്റ്റി, ഞാൻ ഈ സൈഡ് സേഫ് ആണ് എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഞാൻ ആ ഒരു കുറച്ചുകൂടി സ്ട്രെസ് എനിക്ക് കുറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാൻ എ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് എൻ്റെ പ്ലാൻ എ പോയിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവാം. ചിലർ പ്ലാൻ എ ഒട്ടും വർക്കൗട്ട് ആയില്ലെങ്കിൽ മാത്രം പ്ലാൻ ബിക്ക് പോകുന്നവരുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ഇൻ കേസ് നിങ്ങൾ പ്ലാൻ ബി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടും ഉറപ്പായിട്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ടൈം പീരീഡ് ആണ്, അല്ലെ? നമ്മുടെ എസ്പെഷ്യലി മൊബൈൽ വഴി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പാർട്ട് ടൈം ജോലി, പഠിത്തം, കൂടെ ഒബ്വിയസ്ലി മൊബൈലുണ്ട്. നേരത്തെ പറഞ്ഞു, അത് കണ്ടിന്യൂ ടു യൂസ് ചെയ്തിരുന്നു, നമുക്ക് സോഷ്യൽ സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ്, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമോ റീൽസോ അങ്ങനത്തെ കാര്യങ്ങൾ, അതിൽ നിന്ന് അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അല്ലെ? ഓർ അത് മിനിമൈസ് ചെയ്തിരുന്നു? എന്തായിരുന്നു? അത് ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടില്ല സാർ. കാരണം നമുക്ക് വേറെ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ആ സമയത്ത് ഒരുപാട് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അത് എവിടെ നിന്ന് നമുക്കൊരു
ചാനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറച്ച് പേജസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെന്റ് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്താൽ ചിലപ്പോൾ ഭയങ്കര വലിയ കണ്ടന്റ്, എക്കണോമിക് സർവേയിലുള്ള കണ്ടന്റ് ഒക്കെ ഭയങ്കര മിനിമൽ ചാർട്ട്സ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈവൻ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴാണെങ്കിൽ പോലും ചിലപ്പോൾ അതിൽ നിന്നുള്ള കണ്ടന്റ് കിട്ടും. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആക്ടിവിറ്റീസ് ഇതെല്ലാം അറിയാൻ പറ്റും, അവരോട്ട് ഇടയ്ക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി നിന്നിട്ടില്ല. പക്ഷേ ഞാൻ ബിഞ്ച് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബിഞ്ച് വാച്ചിങ്ങിലേക്ക് ഇപ്പോൾ റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ വേണമെങ്കിൽ അതിന് പോവാം. ഞാൻ പ്രിപ്പറേഷൻ മുമ്പ് അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്, ഒരുപാട് നേരം റീൽസ് ഒക്കെ നോക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ മാക്സിമം മിനിമൈസ് ചെയ്തു, ടൈമറൊക്കെ വെച്ചു. ഒരു ദിവസം 30 മിനിറ്റ്സോ 45 മിനിറ്റ്സോ ടൈമർ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാനത് ഒഴിവാക്കും. അതിനപ്പോൾ ആ ടൈമർ വരെ പോകാറില്ല പല ദിവസങ്ങളിലും. പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ടൈമർ വെച്ചിരുന്നു. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയാസിലുണ്ട്. അല്ലെങ്കിൽ ആക്റ്റീവ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നടക്കുന്ന ആക്റ്റീവ്ലി ഡിസ്കോഴ്സിലുള്ള ടോപ്പിക്സ് എന്താണെന്നൊക്കെ ഇപ്പോൾ ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കറിയാൻ പറ്റും. ഹെൽപ്ഫുള്ളായ ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അക്ഷയെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് ഒരു കോട്ടോ അങ്ങനെ എന്തെങ്കിലും, ഒരു മോട്ടിവേഷണൽ കോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റൂമിൽ എന്തെങ്കിലും ഒട്ടിച്ച് വെച്ചിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത് ലാൻസ് ആംസ്ട്രോങ്ങിന്റെ ഒരു കോട്ടാണ്, നെവർ ഫോർഗെറ്റ് യുവർ ബിഗിനേഴ്സ് സ്പിരിറ്റ്. അപ്പം അത് നമ്മൾ ഇന്ന് ഇപ്പോൾ ഞാൻ പലർക്കും കാണും, ചിലപ്പോൾ തുടക്കത്തിൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ 5, 6, 10 മണിക്കൂറോ ഇരുന്ന് പഠിക്കും. ആ എഫേർട്ട് ലാസ്റ്റ് ഡേ ഇടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ആ കോട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈവൻ ഫസ്റ്റ് ഡേ ഓഫ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴും നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസ് കിട്ടുന്നവരെ ആ കണ്ടിന്യൂസ് എഫേർട്ട് ഇടുന്നുള്ളതാണ് ആ ഒരു കോട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു മോട്ടോ പോലെ എപ്പോഴും ആ ബിഗിനർ സ്പിരിറ്റ് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ കൺസിസ്റ്റൻസി ഞാൻ ത്രൂ ഔട്ട് ജേണി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും പാട്. ബട്ട് ഒബ്വിയസ്ലി യു ഹാവ് മെയിൻറ്റെയിൻ ദാറ്റ്. അതുകൊണ്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയത്. ലാസ്റ്റ് ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫസ്റ്റ് ടൈം ആസ്പിറൻറ്റ് UPSC ആദ്യമായി ഒരു PCM ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാൾ, അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? അങ്ങനെ വരുന്നവർക്ക് ഒത്തിരി അഡ്വൈസസ് കിട്ടുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഞാനൊരു അഡ്വൈസ് പറയുന്ന എത്രത്തോളം യുക്തിപരമാണെന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരോട് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ പ്രിപ്പറേഷനിലേക്ക് ഞാൻ വന്നപ്പോഴും എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു സെൽഫ് ഡൗട്ടാണ്, ഇത് ക്ലിയർ ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര അറ്റംപ്റ്റ് എടുക്കും, ചിലപ്പോൾ ഇത്ര അറ്റംപ്റ്റ് എടുത്താൽ ഞാൻ ക്ലിയർ ആവുമോ. പക്ഷേ എനിക്ക് തോന്നുന്നു UPSC തന്നെ മീൻസ് നമ്മളെല്ലാവരും UPSC സർക്കിൾസ് പറയും ട്രസ്റ്റ് ദ പ്രോസസ്. അപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്സിൻ്റെ കൂടെ തന്നെ നമ്മളെ തന്നെ ട്രസ്റ്റ് വേണം. ട്രസ്റ്റ് ഇൻ അവർ സെൽഫ് എന്നുള്ളൊരു കാര്യം വേണം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുക നമ്മളെ കൊണ്ട് ഇത് പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് ഫസ്റ്റ് ടൈമിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ ജേണി കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. ആ ഒരു സെൽഫ് ഡൗട്ട് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സെൽഫ് ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ വിശ്വസിക്കുക, ആ എഫേർട്ട് നമ്മൾ ചെയ്യാനുള്ള എഫേർട്ട് ഇടുക. അതാണ് എനിക്ക് തോന്നുന്നു ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് അക്ഷയ് ഫോർ ദാറ്റ്. എനിക്ക് തോന്നുന്നു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു അക്ഷയുടെ. അതുകൊണ്ടാണ് ഈ ഒരു നല്ല റാങ്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയത്. സോ കൺഗ്രാറ്റ്സ് വൺസ് അഗൈൻ. താങ്ക് യു സർ. Fortune IAS Academy. More than just an academy.